ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും തിരികെ ചെമ്പകമംഗലത്ത് എത്തിയിരിക്കുന്നതാണ്. ഞാനായിട്ട് തലയിലെടുത്ത് വെച്ച ഈ മാരണത്തിനെ ഞാനായിട്ട് തന്നെ അവസാനിപ്പിക്കാമെന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുകയാണ്, വേണ്ട കാർത്തിയേട്ടാ, ഇവളെ കൊന്ന് കാർത്തിയേട്ടൻ ജയിലിൽ പോയാ പിന്നെ എനിക്കാരാ ഉള്ളത്? എന്റെ മീനാക്ഷി, നിന്നെ ഓർത്ത് മാത്രമാ ഞാൻ ഇവളെ ഇങ്ങനെ സഹിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇവളെ എന്നെ ഞാൻ ചവിട്ടി പുറത്താക്കിയേനെ എന്ന് ദേഷ്യത്തോടെ സാവിത്രിയും പറയുന്നു. നീ ആരുടെ ബലത്തിലാടി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് നന്ദിനി ചോദിക്കുമ്പോ ആളുതാ ഇപ്പൊ വരുമെന്ന് മൈഥിലി പറയുന്നു. അതേസമയം വൈശാഖ് അങ്ങോട്ടേക്ക് വരികയാണ്. വൈശാഖിനെ കണ്ട് എല്ലാവരും ദേഷ്യത്തോടെ നിൽക്കുന്നു. ഇത് കാണുന്ന നന്ദിനി പറയുകയാണ്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവനും ഇവളും കൂടി ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇവള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ഇവൻ തന്നെയാണ്. നീ ആരുടെ പെർമിഷനോടെയാടാ ഈ തറവാടിന്റെ അകത്ത് കയറിയതെന്ന് കാർത്തി ചോദിക്കുമ്പോ എനിക്ക് ആരുടെയും അനുവാദത്തിന്റെ ഒരാവശ്യവുമില്ലെന്ന് വൈശാഖ് പറയുന്നു. അതേസമയം ഇത് കേൾക്കുന്ന ജഗദീഷ് വൈശാഖിനെ തല്ലാൻ ഒരുങ്ങുമ്പോ എന്റെ ആങ്ങളെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് മാലതി ജഗദീഷിന്റെ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ്. എന്നാൽ ആദ്യം നിനക്ക് തന്നെ തരാമെന്ന് പറഞ്ഞ് മാലതിയുടെ മുഖമടക്കി കൊടുക്കുകയാണ് ജഗദീഷ്. ഞാൻ വിളിച്ചിട്ടാ വൈശാഖ് വന്നത്. ഇന്നു മുതൽ വൈശാഖ് ഇവിടുത്തെ ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്. വൈശാഖ് ഇവിടുന്ന് പോയാൽ ഞാനും കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് പോകുമെന്ന് മൈഥിലി പറയുമ്പോ അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞ വ്യവസ്ഥകളിൽ ഇല്ലല്ലോ മൈഥിലി എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. ഇത് കേൾക്കുന്ന ജഗദീഷ് കാർത്തിയോട് പറയുകയാണ്, മോനെ കാർത്തി തുടങ്ങിക്കോ. ഇത് കേൾക്കുന്ന കാർത്തിയും ജഗദീഷും കൂടി വൈശാഖിനെ തല്ലിച്ചതയ്ക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലിയും മാലതിയും. തുടർന്ന് വൈശാഖിനെ തല്ലിച്ചതയ്ക്കുന്നത് കാണാനാകാതെ മൈഥിലി പറയുകയാണ്, മതിയാക്ക്, നിർത്തിക്കോണം ഇപ്പോ. ഞാനും എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് മൈഥിലി പോകാൻ ഒരുങ്ങുമ്പോ രാജലക്ഷ്മി അമ്മ ദേഷ്യത്തോടെ മൈഥിലിയുടെ നേർക്ക് ചെല്ലുകയാണ്. അതിനുശേഷം കുഞ്ഞിനെ മൈഥിലിയുടെ കയ്യിൽ നിന്നും വാങ്ങി മീനാക്ഷിക്ക് കൊടുക്കുന്നു. കുഞ്ഞുള്ളത് കൊണ്ട് മാത്രമാ നിന്നെ ഇവിടെ കയറ്റി താമസിപ്പിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ നിന്റെ ഒപ്പം ഇവനെയും കയറ്റി താമസിപ്പിക്കാമെന്നൊന്നും ഞങ്ങള് ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. ഇവനെയൊന്നും ചെമ്പകമംഗലത്ത് കയറ്റി താമസിച്ചിട്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങളില്ല. നീ നിന്റെ പാട്ടിന് പോയിക്കൊള്ളാൻ രാജലക്ഷ്മി അമ്മ ദേഷ്യത്തോട് പറയുന്നു. കുഞ്ഞിനെ പ്രസവിച്ച അമ്മയല്ലേ എന്ന് കരുതി ഞങ്ങൾ നിനക്ക് പരിഗണന തരുമ്പോ നീ എന്താ തലേ കയറുവാണോ? ഇറങ്ങിപ്പോടിയെന്ന് കൈമളും ദേഷ്യത്തോട് പറയുന്നു. ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി. ഞങ്ങളെ കോടതിയിൽ കേസ് കൊടുത്ത് കുഞ്ഞിനെ വാങ്ങിക്കോളാം. നിന്റെ അവിഹിത കഥ കോടതിയിൽ തെളിഞ്ഞാലേ പിന്നെ നിനക്ക് കുഞ്ഞിനെ കാണാൻ പോലും സാധിക്കില്ല. പണി അങ്ങ് പാളിയല്ലോ. ഇവിടെ നിന്നെങ്ങാനും പിടിവിട്ടാൽ പിന്നെ ഈ വീടിന്റെ അകത്തേക്ക് കയറാൻ പറ്റില്ലെന്ന് മൈഥിലി മനസ്സിൽ പറയുന്നു. കൂടുതൽ വിളച്ചിലെടുത്താൽ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുമെന്ന് മൈഥിലി പറയുമ്പോ വേണ്ട മുത്തശ്ശി, ഇവൾ ഇവിടെ താമസിച്ചോട്ടെ എന്ന് മീനാക്ഷി പറയുന്നു. അങ്ങനെ എന്താണെങ്കിലും ഇവനെ കയറ്റി താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോ ഞാനും വൈശാഖും കൂടി ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മൈഥിലി വൈശാഖിനെ വിളിച്ചുകൊണ്ട് മാറി നിൽക്കുന്നു. മൈഥിലി ഇവിടെ നിന്ന് ഇറങ്ങിയാലേ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വൈശാഖ് പറയുമ്പോൾ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, കാര്യം സാധിച്ചതിന് ശേഷം ഞാൻ വരാമെന്നും മൈഥിലി പറയുന്നു. അങ്ങനെ വൈശാഖ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് മൈഥിലി പറയുകയാണ്, അമ്പലത്തിൽ വെച്ച് പറഞ്ഞ നിബന്ധനകളൊക്കെ അങ്ങനെ തന്നെയാകും. പിന്നെ എന്റെ കുഞ്ഞിനെ ഇവൾക്കെങ്ങാനും കൊടുക്കാൻ തോന്നുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം, അത്ര തന്നെ. ഈ മീനാക്ഷിക്ക് കുഞ്ഞിനോടുള്ള സെന്റിമെന്റ്സ് കൊണ്ട് മാത്രമാ, ഇല്ലെങ്കിൽ ഞാൻ ഇവളെ എന്നേ കൊന്നേനെ എന്ന് ജഗദീഷ് ദേഷ്യത്തോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സാവിത്രിയെയാണ്. സാവിത്രിയെ രാമഭദ്രൻ വിളിക്കുകയാണ്. സാവിത്രി, ഞാനിപ്പോൾ ഗൾഫിലാണ്, ചില ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് തന്റെ പ്രശ്നങ്ങളെല്ലാം രാമഭദ്രൻ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സാവിത്രി. പിന്നീട് കാണിക്കുന്നത് മൈഥിലിയാണ്. മൈഥിലി കുഞ്ഞിനോട് പറയുകയാണ്, അതെ എന്റെ പൊന്നുമോളി കട്ടിലിൽ കിടന്നോണം, കാറ് നിലവിളിക്കാനൊന്നും നിൽക്കരുത്. ഞാനേ ആ മീനാക്ഷിയല്ല, കൈ വലിച്ചൊന്ന് തന്നിരിക്കും. അതേസമയം മീനാക്ഷി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. മൈഥിലി കുഞ്ഞിനെ തരാൻ മീനാക്ഷി പറയുമ്പോൾ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മൈഥിലി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.